ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു അറബിക് ഫൂൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചപ്പാത്തി അതുപോലെ തന്നെ കുബൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടത്. ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണോ, എന്നാൽ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് സവാള കിട്ടൂലേ, വൈറ്റ് ഒനിയൻ, അതാണ് ഇതിലേക്ക് ബെറ്റർ. നമ്മുടെ നാട്ടിൽ അതുപോലെ പെട്ടെന്നൊന്നും അവൈലബിളായിട്ട് നമുക്ക് എപ്പോഴും കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ അധികം മൂപ്പാവാത്ത സവാള നമുക്ക് വാങ്ങുമ്പോൾ കിട്ടൂലേ, ചെറിയത്, അതുപോലത്തെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വൈറ്റ് കളറൊക്കെ അല്ലേ, അങ്ങനെയാണ്. പിന്നെ ഞാനൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇതിൻ്റെ പകുതി മതി, കാരണം കുട്ടികൾക്ക് കൊടുക്കാനാവുമ്പോൾ എരിവുണ്ടാവും കരുതിയിട്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് ഇങ്ങനെ ഒരു കളറിന് വേണ്ടി, ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ മുഴുവനായി കണ്ടു നോക്കിട്ടോ. തലേ ദിവസം ഞാൻ കുറച്ച് വൻപയർ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടിട്ടുണ്ട്. വൻപയറാണ് കേട്ടോ. വൻപയറിൻ്റെലേറെ ഒന്നും കൂടി വലിയ സൈസുള്ള പയറാണ് ഇതിന് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതാണല്ലോ ഇപ്പം ഇവിടെ കിട്ടുക എന്ന് എഴുതിയിട്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഒലീവ് ഓയിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അറബിക്ക് റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒലീവ് ഓയിൽ എടുത്തത്. ഒലീവ് ഓയിൽ തന്നെയാണ് ഇതിൽ എടുക്കുക. ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാത്തവർക്ക് സാധാരണ വെളിച്ചെണ്ണ അല്ലാത്ത ഏതൊരു റിഫൈൻഡ് ഓയിൽ എടുത്താലും മതി കേട്ടോ. സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒലീവ് ഓയിലുണ്ട്, അപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. വെളിച്ചെണ്ണ എടുത്താൽ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അപ്പോൾ നമ്മളെ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്ക് നമ്മളെ ഈ ഒരു വൻപയറില്ലേ, ഇത് ഞാൻ ഉപ്പിടാതെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് കരുതി. നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് ഈസി ആയിട്ട് വരും. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ വൻപയർക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉപ്പിടാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഈ ഉള്ളിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുത്തപ്പോൾ ഒരു പച്ചമുളക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ 2 പച്ചമുളക് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ ക്യൂമിൻ സീഡില്ലേ, ചെറിയ ജീരകം, അത് മാത്രം മതി കേട്ടോ. ഒരു കളർ ചേഞ്ച് ആവാനില്ലേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഒരു വൈറ്റ് കൂടിയിട്ടുള്ള വൻപയറല്ലേ വെച്ചിട്ടാണ് ഇത് സാധാരണ റെഡിയാക്കുക. നമ്മളെ നാട്ടിൽ ഇങ്ങനത്താണ് ഇപ്പോൾ കിട്ടുക. അപ്പോൾ പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. സാധാരണ ആ പയർ അത്ര ടേസ്റ്റുള്ളതല്ല, ആ വൈറ്റ് കളറുള്ള പയറില്ലേ, അത് നമ്മളെ വൻപയറാണ് ഒന്നും കൂടി ഒന്ന് അടിപൊളി കേട്ടോ. അപ്പോൾ ഇത് ചൂടുള്ള ചപ്പാത്തിക്കും കുബൂസിലൊക്കെ ചൂടോട് കൂടി കഴിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മൾ കുറച്ച് മാത്രം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കേരള സ്റ്റൈലാണല്ലോ കറിവേപ്പില, അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വൻപയറില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല തിക്നെസ്സായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ തിക്നെസ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 ടീസ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എത്ര എളുപ്പത്തിൽ നമ്മൾ ഫൂല് റെഡിയാക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പാസ്ലി ലീഫാണ് ഇട്ടെടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ അതൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നമ്മളെ മുറ്റത്ത് നട്ടിട്ടുള്ള മല്ലിയിലുണ്ട്, അതിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫുൾ ഇവിടെ അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ അടുത്ത റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്.